ചെയ്തെന്ന് ഇവർ പറയുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ. സോ ഹായ് ഫ്രണ്ട്സ്, അടുത്തത് മീനു മുനീറിന്റെ കെണിയിൽപ്പെട്ടിരിക്കുന്ന, കെണി എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ പ്രസ്താവനയിൽപ്പെട്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ വിഖ്യാതനായിട്ടുള്ള അന്തസ് നമ്മുടെ മുകേഷ് ഏട്ടൻ, പിന്നെ മണിയമ്പിള്ള രാജു. പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല. മണിയമ്പിള്ള രാജു ചേട്ടനെ കുറിച്ച് കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ ഇവർ കുറേ അഡ്വക്കേറ്റ്സിന്റെ പേര് പറയുന്നുണ്ട്, പ്രൊട്ടക്ഷൻ കൺട്രോളിന്റെ പേര് പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പിന്നീട് സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ചിട്ടും അദ്ദേഹത്തെ കുറിച്ചിട്ടും ഇവരൊരു പരാമർശം നടത്തുന്നുണ്ട് മീനു മുനീർ. അത് മാത്രമല്ല, ഏറ്റവും നമ്മളെ ഞെട്ടിച്ചത് ജയസൂര്യയെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷെ മീനു മുനീറിനെ കുറിച്ച് നമ്മളൊന്നും അറിയണ്ടേ. മീനു മുനീർ ഈ പറയുന്ന തൊടുപുഴ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ തൊടുപുഴ ഫ്ലാറ്റിൽ വെച്ചിട്ട് അവർ ചെറിയൊരു കേസുണ്ട്. അതായത് തൊടുപുഴ ഫ്ലാറ്റിന് താഴെ ഒരു ഓഫീസ് മുറി പണിതതിന്റെ പേരിൽ അവിടെയുള്ള ഒരാളെ, അതായത് രണ്ടുപേരെ, സുമിത മാത്യു ആൻഡ് മനോജ്. ഈ സുമിത മാത്യു ആൻഡ് മനോജിനെ ഇവര് തള്ളി താഴെയിടുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ കേസുണ്ട്. പക്ഷേ ഇവര് രണ്ടുപേരും പറയുന്നത് മീനു മുനീർ പറയുന്നത് മീനു മുനീറിനെയാണ് ഇവര് തള്ളിയെന്നും എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സോ ഇവർക്കതിൽ വിഷയമൊന്നുമല്ല. ഇവർ മോഡലാണ്, ഒരു ആക്ട്രസ് ആണ്. മലയാള സിനിമയിൽ മാത്രമല്ല, തമിഴ് സിനിമയിലൊക്കെ ഗ്ലാമർ റോളുകൾ ഉൾപ്പെടെ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓൾറെഡി ഇവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് മലയാള സിനിമയിലൊക്കെ ആണെങ്കിൽ ഗ്ലാമർ റോളുകൾ ചെയ്യണമെങ്കിൽ അത് കിടക്കയും കൂടെ പങ്കിടണം. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ഗ്ലാമർ റോളുകൾ സ്ക്രീനിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ബെഡ്റൂം സീനുകൾ സ്ക്രീനിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. സോ അവർക്ക് അത്യാവശ്യം നല്ല ഒരു നോളജ് ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. സോ അവരാണ് ഈ ഒരു ആക്ഷേപം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. വീഡിയോ കാണാം. ഇതാണ് മീനു മുനീറിനെ ആ ഒരു മറ്റേ മനോജ് എന്ന് പറയുന്ന ആള് പിടിച്ച് തള്ളുന്നു. പോലീസുകാർ പിടിച്ച് മാറ്റുന്നുമുണ്ട്. ഇവിടെ അവർ അസഭ്യവർഷം നടത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഫ്ളാറ്റിലെ അന്തേവാസിയായ വീട്ടമ്മയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വിഷയത്തിൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. നടി തന്നെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി മർദ്ദിക്കുകയും പിടിച്ചു തള്ളി താഴെയിടുകയും ചെയ്തെന്ന് ഇവർ പറയുന്നു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ ഓഫീസ് മുറി നിർമ്മിച്ചതിന്റെ പേരിലുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിൽ അവസാനിച്ചത്. സംഭവത്തിൽ സിനിമാ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. മീനുവിന്റെ പരാതിയിൽ ബിൽഡറുടെ ജീവനക്കാരിക്കും സഹായിക്കുമെതിരെയാണ് കേസെടുത്തെങ്കിലും എതിർവിഭാഗത്തിന്റെ പരാതിയിൽ താരത്തിനെതിരെയും കേസെടുത്തു. പെൻറ്റൂണിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരു രക്ഷയില്ലേട്ടാ. പെൻറ്റൂണിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന അവർ ആ ഒരു ലേഡിയെ പിടിച്ച് തള്ളുന്നുണ്ടോ മീനു മുനീർ. സോ ഇവര് അത്യാവശ്യം ചില്ലറക്കാരിയൊന്നും അല്ല. അത്യാവശ്യം എൻ്റെ പൊന്നേട്ടാ, ലാലേട്ടാ, മമ്മൂക്ക മാറിയെന്നോട്ടാ പിടിച്ച് തള്ളും നിങ്ങളൊക്കെ പിടിച്ച്. സോ അവർക്ക് അത്യാവശ്യം തരികട പരിപാടിയൊക്കെ അറിയാം. സോ അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിയാണ്. സോ ഇവരുടെ പ്രസ്താവനയാണ്. സോ ഇവരുടെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്ന ആളുകളെ ഹിസ്റ്ററി കൂടെ അറിയണമല്ലോ. പിന്നെ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് ഇത് മറച്ചു വെച്ചു എന്നുള്ള അവരുടെ ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ, അന്നൊരു മോളുണ്ടായിരുന്നത്, ചെറിയ മോളാണ്, അവളുടെ സ്കൂളിനെ ബാധിക്കും, കുട്ടികളെ ബാധിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് അതൊരു വിശ്വസനീയമല്ല. കാരണം അത് മാത്രമല്ല, ജയസൂര്യയെ കടന്നു പിടിച്ചു എന്നുള്ള പറയുന്ന കേസ് ഇച്ചിരി അതിശയോക്തി കലർന്നതാണ്. പിന്നെ മുകേഷിന്റെ കേസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. കാരണം സരിതയുടെ കേസ്, അവരുടെ വൈഫിന്റെ കേസും അല്ലെങ്കിൽ രണ്ടാമത്തെ വൈഫിന്റെ കേസൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. സോ അതിനകത്ത് വലിയ പുതുമയില്ല. പക്ഷേ ജയസൂര്യയുടെ കാര്യത്തിലാണ് നമുക്ക് ഇച്ചിരി ഒരു അതിശയോക്തി എനിക്ക് ഫീൽ ചെയ്ത് ഡൗട്ട് അടിച്ചത്. പെട്ടെന്ന് കയറി, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് വരുന്ന വഴി പെട്ടെന്ന് കയറി പിടിച്ചു, കടന്നു കയറി പിടിച്ചു, എന്നിട്ട് ചുണ്ടിൽ ചുംബിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതെന്നാ ഇവരിങ്ങനെ നിൽക്കുവാണോ ചുംബിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ? അതിനകത്ത് ആ സ്ക്രിപ്റ്റിൽ ഒരു കള്ളത്തരമില്ലേ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി കുറച്ചൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കൂടുതൽ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. ഓക്കെ, എന്തായാലും നമുക്ക് മീനു മുനീർ എന്ന ആ ഒരു മലയാളി തമിഴ് നടിയെക്കുറിച്ചിട്ട്, തെന്നിന്ത്യൻ നടിയെക്കുറിച്ചിട്ടുള്ള അവരുടെ വീഡിയോ, വിഖ്യാതമായിട്ടുള്ള വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഇത് 2009 ദേ എങ്ങോട്ട് നോക്കി എന്ന സിനിമ തുടങ്ങിയത്. അപ്പൊ അതിൽ ഞാൻ അഭിനയിക്കാൻ, ഞാൻ ദുബായിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് എനിക്ക് ആദ്യത്തെ ദുരനുഭവം എനിക്ക് ഉണ്ടായത്. ആദ്യത്തെ ആള് ജയസൂര്യ തന്നെയാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഞാനിങ്ങനെ ഇറങ്ങി സാരി ഇങ്ങനെ നേരെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ പുറകിന്ന് ഒരാൾ പെട്ടെന്ന് വന്നിങ്ങനെ കെട്ടിപ്പിടിച്ചു. പുറകിന്ന് തിരിഞ്ഞു നോക്കിയാൽ പെട്ടെന്ന് അങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചുംബിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഷോക്കായി പോകും. അതായത് ആദ്യത്തെ സിനിമ, ആദ്യത്തെ അനുഭവം, ഒരു നല്ലൊരു നടനും കൂടെ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ തള്ളിയിട്ടിട്ട് ഓടി താഴെ വന്നു. ജയസൂര്യാണ് പുറകുന്ന അപ്രത്യക്ഷമായിട്ട് പുറകുന്ന ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയും കൂടെ ചെയ്തു. അതാണ് എനിക്ക് ഭയങ്കര സങ്കടമായി പോയത്. വല്ലാത്തൊരു സങ്കടമായി പോയി. കാരണം
ഈ പറഞ്ഞ പോലെ അല്ലെ, നമുക്ക് സങ്കടമായി ജയസൂര്യക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം ജയസൂര്യക്ക് എത്ര ദാരിദ്ര്യമാണ്. ഏതൊരു പഴയ സിനിമയാണ്, ആ ഒരു സിനിമ വലുതായിട്ട് വിജയിച്ചൊന്നുമില്ല. ആ സിനിമയുടെ ആ ഒരു ഷൂട്ടിങ്ങിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. സെക്രട്ടേറിയറ്റിന്റെ ആ ഒരു ബാത്റൂമിന്റെ ആ ഒരു സൈഡിൽ വെച്ച്, സെക്രട്ടേറിയറ്റിന്റെ ബാത്റൂമിന്റെ സൈഡിൽ വെച്ചാണ് ഇങ്ങനെ സംഭവിച്ചത്. പക്ഷെ എന്നാലും ആരെങ്കിലും അങ്ങനെ കയറി പിടിക്കുമോ? അത്രയ്ക്കും ദാരിദ്ര്യമുള്ള ആളുകളാണോ ഇവരൊക്കെ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. മീനു മുനീറിന്റെ വാദമാണ് നമ്മൾ കേട്ടത്, പക്ഷേ ജയസൂര്യയുടെ വാദം നമ്മൾ കേട്ടില്ല. കാരണം ജയസൂര്യ പല സോഷ്യൽ കമ്മിറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനൊരു സംശയം എനിക്കും ഫീൽ ചെയ്ത്. എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത മുകേഷ് ഏട്ടനെ കുറിച്ചിട്ടാണ്. അന്തസ്സില്ലാത്ത ഒരു പ്രവൃത്തിയാണ് മുകേഷ് ഏട്ടൻ ചെയ്തത്. പിന്നെ കൊല്ലംകാരെയൊക്കെ കുറിച്ചൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. കാരണം നീയൊക്കെയാണല്ലോടാ ഇവനെയൊക്കെ ജയിപ്പിച്ച് വിട്ടത് എന്നുള്ള രീതിയിൽ കൊല്ലംകാരെ കുറിച്ചിട്ടൊക്കെ ഷീസ് ഫീലിംഗ് പിറ്റി എന്നാണ് പറയുന്നത്. ഷീസ് ഫീലിംഗ് വെരി വെരി പിറ്റി. സോ മുകേഷിനെ കുറിച്ചിട്ട് എന്താണ് മീനു ചേച്ചിക്ക് പറയാനുള്ളത് കേൾക്കാം. അതെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരനോട് ഇൻട്രസ്റ്റ് പറഞ്ഞിരുന്നു. അപ്പം അതിന് താല്പര്യമില്ലാന്നാണ്. അപ്പം പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ഏട്ടൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, അമ്പിടി കള്ളി, ഞാൻ അറിയാതെ അമ്മയിൽ നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചോ? ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല. നീ നിനക്ക് കൊടുക്കാൻ നിനക്ക് വലിയ ഗമയല്ലേ? നീ ആർക്കും കൊടുക്കണ്ട. നീ മെഴുകുതിരിയുടെ വാസ്കില്ലേ, ആ വാസ്ക് ഇട്ട് അടച്ചു വെച്ച, നീ ആർക്കും കൊടുക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി. മെഴുകുതിരിയുടെ വാക്സ് സ്വകാര്യ ഭാഗത്ത് വെച്ച് മൂടി വെച്ചവളെ. എന്തൊരു എത്ര മനോഹരമായിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റാന്ന് നോക്കി. ഈ ഒരു ഡയലോഗ് ഇവർ ഇത്രയും വർഷമായിട്ട് ഓർത്തിരിക്കുന്നുള്ളതാണ്. ചില മുകേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും. കാരണം ഇത് അതിശയോക്തിയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ പല ഓഡിയോ മെസ്സേജസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ഹിസ്റ്ററിയും പറയുന്നത് തന്നെയാണ് അല്ലെ. പേഴ്സണലി നമ്മുടെ സരിത എന്ന് പറയുന്ന തന്റെ വൈഫിനോട് പ്രവർത്തിച്ചിട്ടുള്ള ആ ഒരു പ്രവൃത്തിയും, പിന്നെ രണ്ടാമത്തെ വൈഫ് ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ഡിവോഴ്സായി. അപ്പം എന്തെങ്കിലും കാരണം കാണാതിരിക്കത്തില്ലല്ലോ അല്ലെ. അപ്പം വെറുതെ ചുമ്മാ ഒരു പുകയില്ലാതെ അല്ലെങ്കിൽ തീ വെറുതെ കത്തത്തില്ലല്ലോ. സോ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ കാണാതിരിക്കത്തില്ല. അവന് പുറത്ത് വരാത്തോളം നമുക്ക് അറിയത്തില്ല എന്ന് മാത്രം പറയാം. പക്ഷെ കൊല്ലംകാരെ കുറിച്ചും ആക്ഷേപിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് ഈ കൊല്ലംകാർ എങ്ങനെയാണ് വീട് നന്നാക്കാൻ അറിയത്തില്ലാത്തവൻ എങ്ങനെ നാട് നന്നാക്കുന്നത്? സ്വന്തം രണ്ടു മക്കളെ ഉപേക്ഷിച്ച്, ആ ഭാര്യ സരിതേനെ ഉപേക്ഷിച്ച് മറ്റു പെണ്ണുങ്ങളുടെ കൂടെ ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളെ എങ്ങനെ MLA ആക്കി? ഈ കൊല്ലത്തെ ആൾക്കാരുടെ റിയലി ഫീൽ ഷെയിം. ഇങ്ങനെ ഒരാളെയാണ് നിങ്ങൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു, മുകേഷ് ഏട്ടാ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ 2 കുട്ടികളെ പ്രസവിച്ച ഒരു ചേച്ചിയാണ് ആ സരിത ചേച്ചി. അവർ മലയാളി അല്ലായിരിക്കാം, എങ്കിലും നിങ്ങൾ ഒത്തുചേരൂട്ടെ, നിങ്ങൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നത് ശരിയല്ല നിങ്ങളുടെ. ഞാൻ അവരുടെ ഫാമിലിയെ ഒന്ന് യുണൈറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചതാണ്. കിട്ടുപോലും അത് ഭയങ്കരമായി പോട്ടെ. ഈ 2 ഫാമിലി യുണൈറ്റ് ചെയ്യാൻ ചെയ്ത ഇവരുടെ ആ ഒരു മനസ്സിനെ ആരും കാണാതിരിക്കരുത്. സോ എന്തായാലും മുകേഷ് ഏട്ടന്റെ കാര്യത്തിൽ ഒരു പുതുമയില്ല മലയാളികൾ. കാരണം വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. എന്നിട്ടും പുള്ളി ജയിച്ചു, MLA ഒക്കെ ആയി. അതിലും കേരളമല്ലേ, ഇവിടെ എന്തോ നടക്കുന്നേ. സോ അതാണ് സംഭവിച്ചത്. ഇനി അടുത്ത മണിയമ്പിള്ള രാജേട്ടനെ കുറിച്ചിട്ട് നമ്മളെപ്പോഴും ലാലേട്ടനുമായിട്ട് കമ്പയർ ചെയ്ത് കുറെ കഥകൾ ഓൾറെഡി മണിയമ്പിള്ള രാജേട്ടനെ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി, അതായത് നിർബന്ധിച്ചു, കൂടെ കിടക്കണം നിർബന്ധിച്ചു എന്നാണ് അവരുടെ വാദം. അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരന്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പൊ എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പൊ മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു എന്റെ അടുത്ത് തന്നെ. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് രാത്രി വരും, മിനു ഡോർ തുറന്നിട്ടാക്കണം. ഞാൻ നോ ഇല്ല പറ്റില്ല, ഈ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടാക്കണം. വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഇതാണ് നമ്മുടെ രാജുവേട്ടനെ കുറിച്ചിട്ടുള്ള കഥ. ഓക്കെ, ഇനിയിപ്പോൾ ഇവർ പറയുന്നത് റിപ്പോർട്ടേഴ്സ് ചാനൽ ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇനി ആരും മുൻധാരയെ വരണം, ലാലേട്ടനും മമ്മൂക്കിയും ഒന്നും ഇടപെടുന്നില്ലോ, അവരെക്കുറിച്ചും ഇവർക്ക് ഒരു അഭിപ്രായമില്ല. കാരണം ഈ ലാലേട്ടനൊക്കെ നിർത്തിപ്പോകേണ്ട സമയം കഴിഞ്ഞെന്നാണ് നമ്മുടെ മീനു മുനീർ പറയുന്നത്. കാരണം ഈ പറഞ്ഞ പ്രതികരിക്കാൻ കഴിവില്ലാത്തവരൊക്കെ എന്തിനാണ് പിടിച്ച് നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ലാലേട്ടനെ കുറിച്ച് മമ്മൂയെ കുറിച്ച് രണ്ടുപേരെയും കുറിച്ചിട്ടാണ്. ഐ ഫീൽ പിറ്റി ഓൺ ദം. ആണുങ്ങളായ നട്ടല് വേണം, അല്ലെങ്കിൽ പിന്നെ സിനിമാ ഫീൽഡിൽ നിൽക്കരുത്. അഭിനയിക്കാൻ മാത്രം കഴിവുപോരാ, നീ നീതിക്കും കൂടി വേണ്ടി നിൽക്കണം. ഞങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാ, ഞങ്ങൾ കേരളക്കാരാ, ഞങ്ങൾ മലയാളികളാ, അവരുടെ സഹോദരികളാ. അവർക്ക് സേഫ്റ്റി കൊടുക്കാനുള്ള ഒരു നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ പ്ലീസ് ഗോ അവേ ഫ്രം ദിസ് ഫീൽഡ്, നോട്ട് വർത്ത്. പിന്നീട് മീനു മുനീർ സുരേഷ് ഗോപി ചേട്ടനെ കുറിച്ചിട്ടും സംസാരിക്കുന്നുണ്ട്. അവർ ആയുധം എന്ന സിനിമയിൽ അഭിനയിക്കുകയും ആ ഒരു പരിചയത്തിന്റെ പേരിൽ ഒരു സംഭവം ഉണ്ടായി. അവരുടെ ഒരാൾ വിളിച്ചൊരു ഭീഷണിപ്പെടുത്തി. സോ അതിനെ ഒന്ന് സഹായിക്കാനായിട്ട് വിളിച്ചപ്പോൾ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കമ്മീഷണർ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ ഇവരോട് ചൂടായെന്നാണ് ഇവരുടെ വാദം. എന്ത് ചെയ്തു സുരേഷ്, ഞാൻ ആയുധത്തിൽ അഭിനയിച്ചു സുരേഷ് ഗോപി ചേട്ടനോട്. അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു, സുരേഷോടെ ഞാൻ മിനു ആണ്, മിനു സ്പീക്കിംഗ്, കോളിംഗ് ഫ്രം ചെന്നൈ, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത്രേ പറഞ്ഞതുള്ളേ.
പുള്ളിക്കാരൻ നീ ഇഫ് യു ആർ ടു സ്മാർട്ട് ഐ പുട്ട് യു ഇൻ ഡേഞ്ചർ. ഓക്കെ ഭയങ്കര കമ്മീഷൻ സ്റ്റൈലൊക്കെ. കമ്മീഷണർ പോലെ ഒരു സ്ത്രീ പരാതി പറയുമ്പോൾ ഇങ്ങനെ സംസാരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഏതെന്താ ഒരു സ്ത്രീ പറയുന്നത് എന്താന്ന് കേൾക്കാനുള്ള ഒരു ക്ഷമ പോലും അദ്ദേഹം കാണിച്ചില്ല. സോ ഇതുപോലുള്ള കുറെ ആളുകൾ ഇപ്പോൾ രംഗത്ത് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. സോ വിശ്വസിക്കണം വിശ്വസിക്കേണ്ട എന്നുള്ളത് പോലീസ് തീരുമാനിക്കണം. ഇത് മീഡിയയിൽ വരുന്നതിന് മുമ്പ് നമ്മൾ നേരെ പോകേണ്ടത് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടണം. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ ബംഗാളി ആക്ട്രസ് ആയിട്ടുള്ള മിത്ര, ശ്രീലേഖ മിത്ര ഇപ്പോൾ ഓൾറെഡി രഞ്ജിത്തിനെതിരെ കേസ് കൊടുത്തു. അതിപ്പോൾ കേസായി എന്ന് പറയുന്നു. സോ അങ്ങനെ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ചുമ്മാ കുറച്ച് മാസം കാണിക്കാനും കുറച്ച് ഒരു ഫെയിം കിട്ടാനായിട്ട് മീഡിയയിൽ വന്ന് വാചക കസരത്ത് മാത്രം കൊണ്ട് കാര്യമില്ല. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയണം എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. അതിനകത്ത് 1-2 കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയുക വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ കുറച്ചൊക്കെ അതിശയോക്തി കലർന്ന കുറച്ച് റിപ്പോർട്ടിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. മീനു മുനീറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി എന്നിട്ടൊരു തീരുമാനം ജനങ്ങൾ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സോ തൽക്കാലം ബൈ.